അമൃതാനന്ദമയിയെ വിമർശിച്ചുകൂടാ എന്നാണ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ കെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ മാതൃഭൂമി, മനോരമ തുടങ്ങിയ മുഖ്യധാര മാധ്യമങ്ങൾ പി വത്സലയും പി വീരേന്ദ്രകുമാറും ഉൾപ്പെടെയുള്ള എഴുത്തുകാർ മോഹൻലാലിനെ പോലെയുള്ള സിനിമാ നടന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിമർശനത്തിന് വിധേയരാകരുത്, അവർ എല്ലാ വിമർശനങ്ങൾക്കും അതീതരാണ് എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ജനാധിപത്യം എന്നാൽ അർത്ഥം തന്നെ ഭരണത്തിൻ്റെ ഏറ്റവും ഉന്നത നിലയിൽ ഇരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ വിമർശനങ്ങൾക്ക് വിധേയരാകാം എന്നുള്ളത്. പ്രധാനമന്ത്രിയേക്കാൾ വലിയ ഒരാളാണോ അമൃതാനന്ദമയി? അങ്ങനെ ഒരാൾക്ക് ജനാധിപത്യ വ്യവസ്ഥയിലെ സ്ഥാനം എന്താണ്? അതോ ജനാധിപത്യ വ്യവസ്ഥയുടെ മറവിൽ ഒരുതരം പഴയ രാജവാഴ്ചയിൽ എന്നതുപോലെ തിരുവായ്ക്ക് എതിർവായി പറയാൻ പാടില്ലാത്ത ചില കൂട്ടർ നിലനിൽക്കണം എന്നാണോ നമ്മുടെ മുഖ്യമന്ത്രിയും നേരത്തെ പറഞ്ഞ മാധ്യമ, സിനിമ, സാഹിത്യ രംഗങ്ങളിലെ ആളുകളും കരുതുന്നത്? ഇതിനൊക്കെയാണ് അവർ ഉത്തരം പറയുന്നത്. എൻ്റെ ലളിതമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അമൃതാനന്ദമയി ഒരു ആധ്യാത്മിക പ്രതിഭാസം ആണെങ്കിൽ തന്നെ അവർ വിമർശനത്തിന് അതീതയല്ല. കാരണം ഇന്ത്യയുടെ പഞ്ചമവേദം എന്ന് പറയാവുന്ന മഹാഭാരതത്തിലൂടെ വ്യാസമഹർഷി അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണനായ ആദികാവ്യമായ വാൽമീകിയുടെ രാമായണത്തിലെ ശ്രീരാമനായാൽ വാൽമീകിയാലും വ്യാസനാലും പോലും പലയിടത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഭഗവത്ഗീതയുടെ ഒരു സുപ്രധാന ആഹ്വാനം തന്നെ വിമർശയിതശേഷേണ യഥേച്ഛസി തഥാ എന്നാണ്. വിമർശിച്ചിട്ട് ഒന്നൊഴിയാതെ എല്ലാം വിമർശിച്ചിട്ട് നിനക്ക് ബോധ്യമാവുന്നെങ്കിൽ മാത്രം എന്നെ അനുസരിക്കുക, നിനക്ക് തോന്നുന്നത് നീ ചെയ്യുക എന്നാണ് ഭഗവാൻ അർജുനനോട് പോലും ഉപദേശിക്കുന്നത്. ആ നിലയിൽ യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ, ഇന്ത്യൻ ആധ്യാത്മികതയുടെ വ്യാസനും വാൽമീകിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ ആധ്യാത്മികതയുടെ എന്തെങ്കിലും ഒരു ഉള്ളുണർവ് മാതാ അമൃതാനന്ദമയിക്കോ അവരുമായി ബന്ധപ്പെട്ടവർക്കോ ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ വിമർശിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. അങ്ങനെ പറയുന്നില്ല എന്നത് തന്നെ അവർ ഇന്ത്യൻ ആധ്യാത്മികതയുടെ ആഴങ്ങളോ പരപ്പുകളോ തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആളല്ല എന്നും അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നും മറയ്ക്കാനുണ്ട് എന്നും വെളിവാക്കും. രണ്ടാമത്തെ രീതിയിൽ നോക്കിയാൽ അമൃതാനന്ദമയി വിമർശനാതീത അല്ല. കാരണം അവർ വലിയ സ്ഥാപനങ്ങൾ, ചെറിയ നഴ്സറി സ്കൂളുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ, മെഡിക്കൽ കോളേജുകൾ വരെ, എഞ്ചിനീയറിംഗ് കോളേജുകൾ വരെ
നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സ്ഥാപന സമുച്ചയങ്ങളുടെ ഉടമയാണ്. ഇന്ത്യയിലെ ഏത് സ്ഥാപനമാണ് വിമർശനങ്ങൾക്ക് വിധേയം ആകാതിരുന്നിട്ടുള്ളത്? ഏത് മുതലാളിയും വിമർശിക്കപ്പെടുന്നുണ്ട്. അംബാനി വിമർശിക്കപ്പെടുന്നുണ്ട്, ടാറ്റ വിമർശിക്കപ്പെടുന്നുണ്ട്, ഗോയങ്ക വിമർശിക്കപ്പെടുന്നുണ്ട്, വിജയ് മല്യ വിമർശിക്കപ്പെടുന്നുണ്ട്. ഇവരൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവർ പല രീതിയിലും നമ്മുടെ നാടുകളിൽ നിരന്തരമായി വിമർശിക്കപ്പെട്ട് വരുന്നു. അപ്പൊ ഇതുപോലെ ഒരു സ്ഥാപന മുതലാളി എന്ന നിലയിലാണെങ്കിലും അമൃതാനന്ദമയി വിമർശനങ്ങൾക്ക് അതീതയല്ല, മറിച്ച് വിധേയയാണ്. എന്നിട്ടും ഈ രണ്ട് യുക്തിയിൽ ചിന്തിച്ചാലും അമൃതാനന്ദമയെ വിമർശിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അമൃതാനന്ദമയെ വിമർശിക്കരുത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്ന ഒന്നാണ്. അമൃതാനന്ദമയി ഒരു ഈശ്വരഭക്തയാണോ എന്ന ചോദ്യത്തിന് അവർ തന്നെ ഉത്തരം നൽകേണ്ടതുണ്ട്. ഒരു ഈശ്വര ഭക്തയാണ് അവർ എങ്കിൽ ഈശ്വരഭക്തന് ഉണ്ടായിരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മുടെ ഏറ്റവും ചെറിയ വലിയ ആധ്യാത്മിക സാഹിത്യം എന്ന് പറയാവുന്ന പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ വരെ വെളിവാക്കപ്പെട്ടു. ജ്ഞാനപ്പാനയിൽ എന്താണ് പൂന്താനം പറയുന്നത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റെന്തിന്? എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ഉണ്ണി പോലും വേണ്ട. കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഭാവത്തിൽ ഭഗവാന്റെ ബാല കൈശോര ഭാവം എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു ഉണ്ണിയെ ആവശ്യമില്ലാത്ത വിധം ഞാൻ ഭഗവാനെ ഉണ്ണിയായി കണ്ട് ഓമനിക്കുന്ന, സ്നേഹിക്കുന്ന, വാത്സല്യം കാണിക്കുന്ന, അങ്ങനെ ഭഗവാനുമായി എപ്പോഴും ഒരു പിതാവ് എന്ന വാത്സല്യ പ്രകർഷത്തോടു കൂടി കൂടിക്കഴിയുന്ന ഒരാളായി തീർന്നിരിക്കുന്നു എന്ന് പൂന്താനം പോലും പറയുന്നു. ആ നിലയിൽ ഈശ്വരനെ പ്രേമിക്കുന്നവർക്ക് സ്വന്തമായൊരു കുഞ്ഞുപോലും വേണ്ട എന്ന് തോന്നുന്ന ഒരു നാട്ടിൽ ഒരു ആധ്യാത്മിക പ്രവർത്തകനാവുക, ഈശ്വരഭക്തനാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വരനേക്കാൾ കൂടുതൽ പണത്തെ പ്രേമിക്കുന്ന ആളായി മാറുക എന്നല്ലല്ലോ അർത്ഥം. അമൃതാനന്ദമയി ഈശ്വരനെയാണോ പ്രേമിക്കുന്നത്, അതോ ലോകത്തിന്റെ സമ്പത്തിനെയാണ്? ലോകത്തിന്റെ സമ്പത്തിനെയാണ് അവർ പ്രേമിക്കുന്നത് എന്നതിന്റെ തെളിവാണ് അവർ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഇത്രയും വലിയ കോടികൾ ആസ്തിയുള്ള സ്ഥാപന സമുച്ചയം. 1988 ശേഷം ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്കുള്ളിലാണ് അമൃതാനന്ദമയി, അമൃത ചാനൽ ഉൾപ്പെടെയുള്ള വലിയ മുതലുകൾക്ക് അധിപതിയായ മുതലാളി ആവും. ഇങ്ങനെയൊരു മുതലാളിയായിട്ട് അമൃതാനന്ദമയി മാറിയത് ആളുകൾ നൽകിയ സംഭാവനയിൽ നിന്നാണ് എന്നാണ് അവരും അവരുടെ അനുചരന്മാരും അവകാശപ്പെടുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മുതലാളി 10 രൂപ ഒരാൾക്ക് സംഭാവന കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ അയാളുടേതായ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് മണിയച്ചൻ എന്ന് പറയുന്ന വിവാദ മദ്യ വ്യാപാരി പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ആ പണം കളങ്കിതമാണ്, അത് കൈപ്പറ്റിയ
പ്രസ്ഥാനത്തിന് ആ കളങ്കിത വ്യക്തിത്വവുമായി അവിഹിത ബന്ധങ്ങളുണ്ട്. ആ അവിഹിത ബന്ധം കൈരളി ചാനലിന്റെ സദുദ്ദേശങ്ങളെ സ്വാധീനിക്കാൻ ഉള്ളതാണ് എന്നൊക്കെ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിന്റെ യുക്തിയിലും ഭാഷയിലും അമൃതാനന്ദമയിയെ പറ്റി ചിന്തിക്കാൻ ശ്രമിച്ചാൽ ആരോരും ഇല്ലാത്ത വെളുത്ത മക്കൾക്കിടയിൽ ഉണ്ടായ ഒരേ ഒരു കറുത്ത കുട്ടി എന്ന നിലയിൽ സുഗുണാനന്ദൻ എന്ന പിതാവ് പോലും അവഗണിച്ച, സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തെ പോലും സംശയിക്കുന്നതിന് സുഗുണാനന്ദന് പ്രേരണ നൽകിയ അമൃതാനന്ദമയിയുടെ ജന്മം, അതിന്റെ പേരിൽ അവർ അവഗണിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ, അവരെ എല്ലാവരും തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞ, തീർത്തും അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഇത്രയേറെ സ്വത്തുണ്ടാക്കാവുന്ന വിധം ആളുകൾ സംഭാവന നൽകി എന്ന് പറഞ്ഞാൽ ആ സംഭാവനയ്ക്ക് പിന്നിൽ യാതൊരു ഉദ്ദേശങ്ങളും ഇല്ല എന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു സാമാന്യ ബോധം വെച്ച് മനസ്സിലാക്കുക? ഇവിടെ ഏറ്റവും വലിയ ആദർശ പാർട്ടി എന്ന് പറയുന്ന AAPയുടെ ധനാഗമ സ്രോതസ് ഫോർഡ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ് എന്ന് ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിൽ ആരോപണം ഉയർന്നു വരികയും അതിനാധാരമായ ചില തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അതിനെപ്പറ്റി പോലും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അരവിന്ദ് കേജ്രിവാൾ ഫോർഡിൽ നിന്ന് എന്തിനാണ് പണം പറ്റിയത് എന്ന ചോദ്യത്തിന് അരവിന്ദ് കേജ്രിവാൾ ഉത്തരം പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. അമൃതാനന്ദമയിയോടും കേരളവും ഇന്ത്യയിലെ നീതിബോധമുള്ള മനുഷ്യരും ഒരൊറ്റ ചോദ്യമേ ഉന്നയിക്കുന്നു: നിങ്ങൾ എങ്ങനെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് ഈശ്വരഭക്ത എന്ന ഒരൊറ്റ മേൽവിലാസം മാത്രം വെച്ച് ഇത്രയും വലിയ കോടീശ്വരിയായി മാറി? നിങ്ങൾക്കിതൊക്കെ സംഭാവന നൽകിയവർക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ കൂടെയോ വേറെ ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളും സംരക്ഷിക്കാനില്ലായിരുന്നു എന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് അമൃതാനന്ദമയി മറുപടി പറയണമെന്ന് മാത്രമാണ് ഇവിടെയുള്ള നീതിബോധമുള്ള ജനത പറയുന്നത്. അങ്ങനെ പറയരുത്, അമ്മയെ വിമർശിക്കരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവിടെ വെച്ചാണ് ജനവിരുദ്ധം ആകുന്നത്, നീതിവിരുദ്ധം ആകുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് മൊത്തം ത്യാഗമാണ്. ത്യാഗത്തിൽ ജീവിക്കലാണ് ആധ്യാത്മികത, അല്ലാതെ ഭോഗത്തിൽ ജീവിക്കൽ അല്ല. ഭോഗ സാധനങ്ങൾ കുമിച്ചു കൂട്ടലല്ല, സ്വത്ത് കുമിച്ച് കൂട്ടലല്ല, സത്യത്തോട് അടുക്കലും അതിന് ത്യാഗത്തെ പിൻബലമാക്കി നിർത്തലുമാണ് ആധ്യാത്മികത. അങ്ങനെ ആധ്യാത്മികതയിൽ ജീവിച്ച ഒരുപാട് മനുഷ്യർ ഇന്ത്യയിലുണ്ട്. അവരെ ആരെയും ഇവിടെ ആരും വിമർശിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ചട്ടമ്പി സ്വാമികൾ സ്വന്തം ജീവിതം നിലനിർത്താനും സ്വന്തം പെറ്റമ്മയുടെയും സഹോദരിയുടെയും ജീവിതം നിലനിർത്താനും വേണ്ടി കല്ല് ചുമക്കുക, കണക്കെഴുതുക, കുടിപ്പള്ളിക്കൂടത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക തുടങ്ങിയ തൊഴിലുകളെടുത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോളം ആധ്യാത്മിക ജ്ഞാനം, വേദാന്ത വിജ്ഞാനം അമൃതാനന്ദമയിക്കുണ്ട് എന്ന് കേരളത്തിൽ ആരാണ് പറയാൻ ധൈര്യപ്പെടുക? പക്ഷെ അവരൊന്നും ഇത്രയും വലിയ കോടീശ്വരികളായില്ല. ഈശ്വരഭക്തിയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ ആരും അവർക്ക് കോടികൾ സംഭാവന നൽകിയില്ല. അവർ കോടീശ്വരന്മാരായി മാറാവുന്ന വിധത്തിൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയില്ല. അവരവരുടെ ജീവിതം ആത്മാർത്ഥമായ സത്യാന്വേഷണത്തിന് ഉപയോഗിക്കുകയും അതിൽ കൂടെ ഉരുത്തിരിഞ്ഞു കിട്ടിയ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുസ്തകങ്ങൾ എഴുതുകയും പുസ്തകം വിതരണം ചെയ്യുകയും സമൂഹത്തിലെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുകയാണ് ചെയ്തത്. ഇതിന് ബദലായി മറ്റൊരു ഉദാഹരണം, ഏറ്റവും അടുത്ത കാലത്തെ ഉദാഹരണം, ലോകം മുഴുവൻ ഒരുപക്ഷെ അമൃതാനന്ദമയിയേക്കാൾ ബുദ്ധിയുള്ളവർ സ്നേഹിക്കുന്ന ഒരു ആധ്യാത്മിക ഇന്ത്യൻ പ്രതിഭാസമാണ്, ഇന്ത്യൻ ആധ്യാത്മിക പ്രതിഭാസമാണ് ജിത്തു കൃഷ്ണമൂർത്തി. ജിത്തു കൃഷ്ണമൂർത്തിക്ക് ആനി ബസന്റ് അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും ഒരു ട്രസ്റ്റിലാക്കി
ആ കോടിക്കണക്കിന് സ്വത്ത് വരുന്ന സ്ഥാപനത്തിന്റെ അധിപനായി ജിത്തു കൃഷ്ണമൂർത്തിയെ അവരോധിച്ചുകൊണ്ടാണ് ആനി ബെസന്റ് നമ്മുടെ രാജ്യത്തോടും ലോകത്തോടും വിടവാങ്ങുന്നത്. പക്ഷേ ആ പ്രസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ജിത്തു കൃഷ്ണമൂർത്തി ആദ്യം ചെയ്ത കാര്യം ആ പ്രസ്ഥാനം തന്നെ അതിന്റെ മുഴുവൻ സ്വത്തുവകകളോടും കൂടി പിരിച്ചുവിട്ട് തെരുവിലേക്ക്, ജനങ്ങളിലേക്ക്, തന്റെ അറിവിനെ സ്നേഹിക്കുന്നവരിലേക്ക്, അറിവിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ സുഹൃത്തുക്കൾ കൊടുത്ത ആഹാരം കഴിച്ച്, സുഹൃത്തുക്കൾ നൽകിയ വസ്ത്രങ്ങൾ ധരിച്ച്, സുഹൃത്തുക്കൾ ഒരുക്കി കൊടുത്ത വേദിയിൽ പ്രസംഗിച്ച്, സുഹൃത്തുക്കൾ എടുത്തുകൊടുത്ത ടിക്കറ്റുകളിൽ ലോകം മുഴുവൻ യാത്ര ചെയ്ത് ആ മനുഷ്യൻ തീർത്തും നിസ്വനായി മരിക്കുകയാണ് ചെയ്തത്. ജിത്തു കൃഷ്ണമൂർത്തിയേക്കാൾ കൂടുതൽ അറിവും ആധ്യാത്മികതയും അമൃതാനന്ദമയിക്കുണ്ട് എന്ന് ആരാണ് വിശ്വസിക്കുക? ജൂലിയൻ ഹക്സ്ലിയെ പോലെയുള്ള വൻ ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, ഇന്ത്യയെ മുഴുവൻ ഒരു മഹാറാണിയെ പോലെ അടക്കി ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധിയോട് പോലും ജിത്തു കൃഷ്ണമൂർത്തിക്ക് അഗാധമായ സൗഹൃദം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങിക്കേണ്ടാത്ത അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ജിത്തു കൃഷ്ണമൂർത്തി. എന്നിട്ട് അദ്ദേഹം ബോഫേഴ്സ് കുംഭകോണം പോലെയുള്ള ഏതെങ്കിലും തോക്കിടപാട് കച്ചവടം നടത്തി കാശുണ്ടാക്കാൻ ശ്രമിക്കുകയോ ഏതെങ്കിലും ഒരാളെ MLA ആക്കാനോ MP ആക്കാനോ ഇന്ദിരാഗാന്ധിയോട് ശുപാർശ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൗഹൃദമല്ല അത്, ആത്മീയമായിട്ടുള്ള ഒരു സൗഹൃദം ആയിരുന്നു. ആ ഒരു ഇത്രയും വലിയ ഒരു ആത്മീയ സമ്പന്നത ഉണ്ടായിരുന്നിട്ടും സ്വയം ലോകത്ത് അംബാനിയെ പോലെ പണക്കാരനാവാൻ അല്ല ജിത്തു കൃഷ്ണമൂർത്തി ശ്രമിച്ചത് എന്നത് തന്നെയാണ് അമൃതാനന്ദമയിയേക്കാൾ ആധ്യാത്മികത എല്ലാ അർത്ഥത്തിലും ഉൾത്തിങ്ങിയ ഒരു വ്യക്തിത്വമാണ് ജിത്തു കൃഷ്ണമൂർത്തി എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു. ജിത്തു കൃഷ്ണമൂർത്തി ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ അമൃതാനന്ദമയിയെ ചോദ്യം ചെയ്യുന്നത് അവർ ഈശ്വരഭക്തയായതുകൊണ്ടല്ല, അവർ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ടല്ല, അവര് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ പണത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ പണത്തിന് വേണ്ടി എന്തും ചെയ്യുക, അതിനുവേണ്ടി ഈശ്വരനെയും ഉപയോഗിക്കുക എന്നതുകൊണ്ടാണ് അമൃതാനന്ദമയി ആൾദൈവം ആയിരിക്കുന്നത്, കള്ളദൈവം ആയിരിക്കുന്നത്, ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അഭിശപ്ത വ്യക്തിത്വം ആയിരിക്കുന്നത്. ഇതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇതോടൊപ്പം അമൃതാനന്ദമയി തന്നെ വിശദീകരിക്കേണ്ട മറ്റൊരു വിഷയം, അമൃതാനന്ദമയിയുടെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗെയിൽ ട്രെഡ്വെൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ബാലു എന്ന അമൃതസ്വരൂപാനന്ദപുരി ഉൾപ്പെടെയുള്ള ശിഷ്യഗണങ്ങൾ ശാങ്കര സമ്പ്രദായത്തിൽ ദീക്ഷിതരായവരാണ് എന്നാണ്. ശാങ്കര സമ്പ്രദായത്തിൽ ദീക്ഷിതരായതുകൊണ്ടാണ് അവർക്ക് പുരി എന്ന് പറയുന്ന ദീക്ഷാനാമം ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പൊ ശങ്കരാചാര്യരുടെ നിലപാട് എന്താണ്? ശങ്കരാചാര്യർ പൂർണ്ണമായിട്ടും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു പുരുഷ ആധ്യാത്മികതയെ ആണ്, പുരുഷ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മികതയെ, സ്ത്രീ വിരുദ്ധമായ ആധ്യാത്മികത. അതുകൊണ്ടാണ് ശങ്കരാചാര്യര് തന്റെ സന്യാസിമാരിൽ ഒരു ശിഷ്യയെ പോലും, ഒരു സ്ത്രീയെ പോലും ഉൾപ്പെടുത്താതിരുന്നു. ബുദ്ധൻ ഉൾപ്പെടുത്തിയിരുന്നു. ശങ്കരാചാര്യർ സ്ത്രീവിരുദ്ധനായിരുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേദാന്ത സംഗ്രഹം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വെളിവാക്കുന്നത് അഷ്ടവിധത്തിലുള്ള മൈഥുനങ്ങൾ വർജിക്കുന്നവനാണ് സന്യാസി അഥവാ ബ്രഹ്മചാരി. സ്ത്രീയെ കാണരുത്, തുടരുത്, കേൾക്കരുത്, ചിന്തിക്കരുത്, അവളുടെ ചിത്രങ്ങൾ കാണരുത്, അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നത് ഉൾപ്പെടെയുള്ള 8 തരത്തിലുള്ള സ്ത്രീ സമ്പർക്കം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടവനാണ് ശാങ്കര സമ്പ്രദായ പ്രകാരം ബ്രഹ്മചാരിയായ സന്യാസിയായ ഒരു ആളുടെ ഉത്തരവാദിത്വം. ആ നിലയിൽ അമൃതസ്വരൂപാനന്ദപുരി എങ്ങനെയാണ് ശാങ്കര സമ്പ്രദായത്തിൽ ദീക്ഷിതനായ അമൃതാനന്ദമയിയുടെ ശിഷ്യൻ ആവുക? അമൃതാനന്ദമയി എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ കാണുകയും തൊടുകയും കേൾക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആൾ
ശാങ്കര സമ്പ്രദായത്തിൽ ദീക്ഷിതനായ സന്യാസിയാണ് എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ശാങ്കര സമ്പ്രദായം തന്നെ അവർ സ്വീകരിക്കുന്നത്? ശാങ്കര സമ്പ്രദായത്തിന്റെ പ്രസക്തി തന്നെ എന്താണ് അമൃതാനന്ദമയിയുടെ പ്രസ്ഥാനത്തിൽ? അതിനാണ് പ്രസക്തി എങ്കിൽ അമൃതാനന്ദമയെ പോലും അമൃതസ്വരൂപാനന്ദപുരി കാണാതിരിക്കലാണ് ശരിക്കും ശാങ്കര സമ്പ്രദായ സന്യാസ നിഷ്ഠ. അങ്ങനെ ഒരു നിഷ്ഠ അമൃതസ്വരൂപാനന്ദപുരിക്കുണ്ടോ? അപ്പൊ ഒന്നും അറിയാത്ത ആളുകളെ ഓരോ സമ്പ്രദായങ്ങളുടെ പേരിൽ ഓരോ പേര് പറഞ്ഞ് പറ്റിക്കുക എന്നുള്ള ഒരു ഏർപ്പാട് ശാങ്കര സമ്പ്രദായത്തിന്റെ മറവിൽ ഇവർ നടത്തുന്നുണ്ട്. ഇതിനെതിരെ സന്ദീപാനന്ദഗിരിയെ പോലുള്ള ശാങ്കര സമ്പ്രദായ സന്യാസിമാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതും ചിന്തനീയമായിട്ടുള്ള ഒരു വസ്തുതയാണ്.